ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ ചായ കുടിച്ചിട്ട് പോയാ മതി. ഇത് കുടിക്കാതെ പോയാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. റെസ്റ്റോറന്റിൽ സംഭവിച്ചതൊക്കെ ഞാനിപ്പോ തന്നെ അച്ഛനോട് പോയി പറയും. എന്നാ പിന്നെ ഞാൻ എന്റെ ഭർത്താവിനെ കുറച്ചുകൂടെ അങ്ങ് സ്നേഹിച്ചു കളയാന്ന് തീരുമാനിച്ചു. ആ അതിരെ മധുരമൊക്കെ നന്ദേട്ടന്റെ പാകത്തിന് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ആ ചായ എടുത്തേ. ആ ദാർക്കായി ചായ? എന്റെ ഭർത്താവിന്, അല്ലാതാർക്കാ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഇന്നു മുതൽ ഞാനൊരു നല്ല ഭാര്യ ആവാനുള്ള ശ്രമത്തില. ഇതുവരെ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം മുഴുവനും ഇനി ഞാൻ എന്റെ ഭർത്താവിന് വാരിക്കോരി കൊടുക്കാൻ പോവാ. ഇതിനകത്ത് വല്ല വിഷവും കലക്കി ആ പാവത്തിന് കൊടുക്കാനാണോ ഉദ്ദേശം? ഇപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഴയ ആളല്ല. ഇന്നലെ രാത്രി ഞാൻ മാറി, ഒരുപാട് മാറി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലൈഫ്. പോട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്റെ ഈ ചേച്ചി പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം ചായയിൽ ഉറപ്പായിട്ടും അവര് വിഷം കലക്കും. പാവം നന്ദേട്ടൻ, ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പെട്ടെന്ന് സ്വഭാവം മാറുന്നവരെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുകയെന്ന് പറഞ്ഞാ നിന്റെ ചേച്ചി മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന അർത്ഥം. അത് അവരുടെ മനസ്സിലെ പ്രതികാരം അല്ലാതെ മറ്റെന്താ? ഇന്നലെ അവർക്കുണ്ടായ അപമാനം സഹിക്കാൻ പറ്റുന്നതാണോ? വെഡിങ് ആനിവേഴ്സറിക്ക് കാമുകിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ ഭർത്താവിന് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ചായ കൊണ്ടു കൊടുക്കാൻ അർച്ചനേട്ടത്തിക്ക് പറ്റുമോ? ആദരയ്ക്ക് പറ്റുമോ? ഒരു സ്ത്രീക്കും പറ്റില്ല. ഇത് അവന്തിയടുത്തയുടെ അഭിനയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ചതിക്കാൻ തന്നെ അവരുടെ ഉദ്ദേശം. എന്തായാലും ഈ കളി എവിടം വരെ പോകും നോക്കാം. പിന്നെ നമ്മളെക്കാൾ അവരെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളാ നന്ദേട്ടൻ. ഈ അഭിനയം കൊണ്ടൊന്നും നന്ദേട്ടനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ രണ്ടിലൊരാൾ മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കൂ. അത് ഉറപ്പാ. അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാനാകെ ടെൻഷനിലാണ് നന്ദ. എന്തെങ്കിലും പ്രശ്നമായോ ഞാൻ എല്ലാവരോടത്തും പറയും. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നന്ദനൊന്ന് വരുമോ? എനിക്കൊന്ന് കാണണം പ്ലീസ് നന്ദ. അതെ, ചായ കുടിക്കേ. ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല. എവിടെ പോന്നു? ഈ ചായ കുടിച്ചിട്ട് പോയാ മതി. ഇത് കുടിക്കാതെ പോയാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. റെസ്റ്റോറന്റിൽ സംഭവിച്ചതൊക്കെ ഞാനിപ്പോ തന്നെ അച്ഛനോട് പോയി പറയും. അത് മതി ഇപ്പൊ തുന്നി വെച്ചിരിക്കുന്ന നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം വീണ്ടും പൊട്ടിച്ചിതറി പോവാൻ. എന്താ, അത് വേണോ?
ജുവൽ ബോക്സ് എവിടെ? അല്ല, ആ താലിമാല എത്ര പവനുണ്ട്? ഇനി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും. ഇതുപോലെ സ്ലോ പോയിസൺ കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾ തീരും. അല്ലാതെ വേറൊരുത്തിയുടെ കഴുത്തിലും താലി കെട്ടാൻ നിങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. തന്റെ മോഹൻ എങ്ങനെ ഇരിക്കുന്നേ? എന്താ പറ്റി? സച്ചേട്ടന് ഓഫീസിൽ പോകാൻ ധൃതിയായോ? ആ, എന്താ എന്താ കാര്യം? ആ മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോവാനാ. എന്താ പറ്റി? പനി വല്ലതുണ്ടോ? അവിടെ ചൂടൊന്നുമില്ലല്ലോ. തലവേദനയുണ്ടോ? ഇല്ല. ആ, തലവേദനയില്ല, പനിയില്ല, പിന്നെന്താ? സച്ചേട്ടാ, എന്റെ ഡേറ്റ് തെറ്റിയിട്ട് ഒരാഴ്ചയായി. ആണോ? സച്ചേട്ടനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് വരുമോ? ഒറ്റ മിനിറ്റേ, ഞാനിപ്പോ വാങ്ങിക്കൊണ്ടുവരാം. ഏയ് സച്ചിടാ, ഇതെന്തു പറ്റി? ആകെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, ഞാനെന്നേ മെഡിക്കൽ സ്റ്റോർ വരെ പോവാ. മെഡിക്കൽ സ്റ്റോറിലോ? ആ,